ഇന്നലെ എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയാണ്ട് ഞാൻ ഇന്ന് ശരിക്കും നാട്ടിലെത്തേണ്ടേന്. ഓക്കെ ആശാന്റെ വീഡിയോ കണ്ടാണ്ട് തമ്പക്കാട് ചേട്ടന്റെ ഭാര്യ അടുത്ത് പോയതാ കൊണ്ടിട്ടാ. ഭാര്യയാണ് നമ്മളെ ഹൈപ്പേറ്റ് കണ്ട് താടി പഠിപ്പിച്ച്. ഇപ്പൊ നമ്മള് കറക്റ്റ് ഭായിമാരെ കട്ടേക്കണ്. സങ്കടം തീർക്കാൻ വേണ്ടി കാരണം ഇപ്പൊ നാട് വിട്ടുപോണേ നമ്മൾ. നാട് പറഞ്ഞ ജില്ലയൊന്നും വിട്ടുപോണില്ലട്ടോ. മഞ്ചിരുന്നാണ് പോവാ. വൈക്കിട് വെക്ക് നമ്മളെ അമ്മായിനെ കാണാൻ തന്നെ അന്ന് പോയതാ. ആനനെ കണ്ടെന്ന് നമ്മള്. പിന്നെ ഇന്നാണ് പോണത്. റോക്കറ്റ് വിട്ട പോലെ പാറി വരുന്ന ആളാണ് നമ്മുടെ സ്വന്തം റിച്ചു. അമ്മായിന്റെ വീട്ടിൽ കയറി ചെന്നപ്പോ തന്നെ കാണാൻ കാഴ്ച അമ്മായി കുട്ടികളെ നെട്ടിച്ചാണ്. എങ്ങനെ നെട്ടിച്ചാതിരിക്കും? ഓരോരുത്തരെ കലാവിരുദ്ധല്ലേ കാണുന്നത്. നമ്മളാണെങ്കിൽ കുറ്റം പറയാൻ തന്നിട്ടൊന്നുമില്ലട്ടോ. ക്രിയേറ്റിവിറ്റിയാണ് ഇതൊക്കെ. എല്ലാ വീട്ടിലും ഉണ്ടാവും അതേപോലെ. അതുകൊണ്ട് കാര്യാക്കണില്ല. സ്വന്തം കാരണോടും നിലടി കുത്തർക്കണ്ട് കുട്ടികളെ കളിപ്പിച്ചാണ്. ഓനങ്ങിട്ട് അവിടെ നിന്ന് പിടിച്ചു വലിച്ചിക്കണ്ട് അടുത്ത വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ഈ ചാമ്പക്കറിക്കേണ്ട ഓരോരുത്തർ നമ്മൾ ഓലപ്പണം കൂടി അവിടുന്ന് കിട്ടിറങ്ങി നിലമ്പൂരിലെ കസിന്റെ വീട്ടിൽ കൊണിഞ്ഞ് പോണ വീട്ടുകാർക്ക് നമ്മൾ സാധനം കൊടുത്തിട്ടില്ലല്ലോ. നമ്മള് സാധനം വാങ്ങി കഴിക്കും. അത് ചിപ്സ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും. കസിന്റെ വീട്ടിലെത്തിയപ്പോഴോ പേരെ വീട്ടിൽ പോയിക്കിട്. മനസ്സിലാണെങ്കിൽ പീരാന്ത് കടിച്ചു. നേരില്ലാത്ത നേരത്തെ എത്തിയിട്ട് പേരടച്ച വീട്ടിൽ. ഏതായാലും നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്തു. അവസാനം ആളിങ്ങോട്ട് എത്തി. ആദ്യം തന്നെ ഒരു ജ്യൂസ് കിട്ടി. നമ്മളെ ദേഷ്യം മാറ്റാനാണോന്നുണ്ട്. വീണ്ടും ഒരു ജ്യൂസ് തന്നു. അപ്പൊ തന്നെ നമ്മള് കൂളായി. അതുകൊണ്ട് ദേഷ്യപ്പെടാനൊന്നും നിന്നില്ല. ഈ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അന്ന് കൊടുത്ത തെങ്ങ് ഇന്നിപ്പോ ഈ നിലയിലെത്തിക്കണ്. പക്ഷെ ഞമ്മക്ക് മാത്രം ഒരു മാറ്റവും വന്നിട്ടില്ല. അന്നും 1000 വ്യൂസ്, ഇന്നും 1000 വ്യൂസ്. ഇന്നെങ്കിലും ഒരു ഫോളോ ചെയ്യും. അതിനാണ് ഇത്ര ബിൽഡപ്പ് ഇട്ടത്. അപ്പൊ ഇത്ര തന്നെയുള്ള വീഡിയോ. അപ്പൊ ഓക്കെ എന്താ.